നിയോഗത്താലി ഭാഗം 34. സ്റ്റാഫ് റൂമിലിരിക്കുമ്പോഴും സച്ചുവിൻ്റെ ഉള്ളിൽ മനുവിൻ്റെ കലങ്ങിയ മിഴികളാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. കിരണിനെയും കൂടെ കാണുന്നില്ല, മൈഥിലിയെയും കണ്ടില്ല. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊരു എത്തും പിടിയും കിട്ടിയില്ല അവൾക്ക്. കണ്ണുകൾ അടച്ചു സീറ്റിലേക്ക് ചാരിയിരുന്നു. പെട്ടെന്നാണ് മുൻപിലെ കസേര വലിയുന്ന ശബ്ദം കേട്ടത്. കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ സൗഹാർദ്ദ ചിരിയോടെ സനൂപ് സാർ. സൗപർണിക്ക് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്ത് ടെൻഷനിലാണോ? വാടിയ പുഞ്ചിരി തിരിച്ചു നൽകിയ സച്ചുവിനെ നോക്കി തിരക്കി. ഇല്ല സാർ, അതൊക്കെ വിട്ടു. ആൻഡ് താങ്ക്സ് സാർ. സാറാണ് സ്റ്റഫ് എൻ്റെ ബാഗിൽ നിന്നും മാറ്റി വെച്ചതെന്ന് മനു പറഞ്ഞു. സഹായിച്ചതിന് ഒത്തിരി നന്ദി. നന്ദി നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്ന സച്ചുവിനെ നോക്കി മൃദുവായി ഒന്ന് ചിരിച്ചു സനൂപ്. ആക്ച്വലി ഞാനൊരു സോറി പറയാനാണ് ഇവിടെ ഇരുന്നത്. അഭിമന്യു തൻ്റെ ഭർത്താവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സൗപർണികയും അഭിമന്യുവും അടുത്തിടപഴകുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. റിയലി സോറി സൗപർണിക. ഇന്നലെ മനുവിനെ കണ്ടപ്പോഴാണ് അയാളാണ് തൻ്റെ ഭർത്താവാണെന്ന് അറിഞ്ഞത്. ഇരു കൈകളും കൊപ്പി പിടിച്ചുകൊണ്ട് പറയുന്ന സനൂപിൻ്റെ കൈകളെ അരുതെന്ന രീതിയിൽ ചേർത്ത് പിടിച്ചു സൗപർണിക. ഹേയ്, ഇങ്ങനെയൊന്നും പറയില്ല സാർ. സാറിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. മനുവേട്ടൻ മുൻപിലുണ്ടായിട്ടും സാർ ഉൾപ്പെടെ ആരോടും ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാത്തവൾ ഞാനല്ലേ? പറയരുതെന്ന് മനുവേട്ടനെ തടഞ്ഞു വെച്ചതും ഞാനാ. എന്തോ എൻ്റെ സ്റ്റുഡൻ്റാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയാൻ വല്ലാത്തൊരു അപഹർഷത. സാറിൻ്റെ പ്രപ്പോസൽ പോലും തള്ളിക്കളഞ്ഞത് സാറിൻ്റെ അധ്യാപകനായതുകൊണ്ടാണ്. ഞാൻ തന്നെ സ്റ്റുഡൻറ്റിനെ വിവാഹം കഴിച്ചു എന്നത് ഞാൻ തന്നെ ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുത്തു. എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും മല പോലെ പ്രശ്നങ്ങൾ കടന്നു വരുവാണ്. ഇനി ആരോടും ഒന്നും ഒളിക്കുന്നില്ല. പറയേണ്ട സാഹചര്യം വരുവാണെങ്കിൽ ഉറപ്പായും എല്ലാവർക്കും എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ പരിചയപ്പെടുത്തും. സച്ചു സനൂപിനിൽ നിന്ന് കൈകൾ പിൻവലിച്ച് മേശയ്ക്ക് മുകളിൽ വെച്ചു. അത് തന്നെയാണ് നല്ലത്. ഇതിനെ ചൊല്ലി ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. പിന്നെ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നോട് കൂടി ഷെയർ ചെയ്യാൻ കേട്ടോ. നല്ലൊരു സുഹൃത്തായി എന്നും കൂടെ ഉണ്ടാവും. മേശയ്ക്ക് മുകളിൽ വെച്ച സച്ചുവിൻ്റെ കൈക്ക് മുകളിൽ സനൂപ് കൂടെയുണ്ടെന്നപ്പോൾ കൈയൊന്നമർത്തി. സന്തോഷത്തോടെ സനൂപിനെ നോക്കി തലകുലുക്കിക്കൊണ്ട് പുറത്തേക്കൊന്ന് നോക്കിയ സച്ചു വിങ്ങിയ മുഖവുമായി അവളെ നോക്കി പുറത്തു നിൽക്കുന്ന മനുവിനെ കണ്ടപ്പോൾ ഞെട്ടിക്കൊണ്ട് കൈകൾ പിൻവലിച്ച് കസേരയിൽ നിന്നും എഴുന്നേറ്റു. രൂക്ഷമായ മനുവിൻ്റെ നോട്ടത്തിൽ കാര്യമെന്തെന്നും അറിയാതെ ടെൻഷനോടെ അവൻ്റെ അടുത്തേക്ക് നടന്നവൾ. അടുത്തേക്ക് വരുന്നവളെ കലങ്ങിയ കണ്ണുകളോടെ ഒന്നുകൂടെ രൂക്ഷമായി നോക്കി മനു വേഗത്തിൽ വരാന്തയിലൂടെ ഓടിമറിഞ്ഞു. മനുവിൻ്റെ ഭാവത്തിൽ സച്ചു പകച്ചുപോയി. അവൾ വേഗം തന്നെ ക്ലാസ് റൂമിലേക്ക് ഓടി. ബ്രേക്ക് ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചേ ഉള്ളൂ ക്ലാസ്സിൽ. മനുവിനെയും മറ്റുള്ളവരെയും നോക്കിയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഏതോ ഒരു തോന്നലിൽ ഓടി ഗ്രൗണ്ട് ഫ്ലോറിലൂടെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോൾ കണ്ടു ദേഷ്യത്തോടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മനുവിനെ. അവനെ പോകാതെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ആൽഫിയും മിഥുനും. മനുവേട്ടാ! സച്ചുവിൻ്റെ ശബ്ദം കേൾക്കെ തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ ആൽഫിയുടെയും മിഥുനിൻ്റെയും പിടി തട്ടിമാറ്റി മനു പുറത്തേക്ക് ഓടിപ്പോയി. എന്താ ആൽഫി, എന്താ മിഥുൻ, ഇവിടെ ഇപ്പം എന്താ നടക്കുന്നേ? കിരൺ എവിടെ? രാവിലെ മുതലുള്ള മനുവിൻ്റെ പെരുമാറ്റത്തിൻ്റെ പൊരുൾ അറിയാൻ അവരെ നോക്കി ചോദിച്ചു സച്ചു. അത് മിസ്സേ, അബിയും കിരണും തമ്മിൽ മൈഥിലിയെ ചൊല്ലി ഒരു പ്രശ്നം. അബി മൈഥിലിയോടെ കിരണിനോടുള്ള പ്രണയത്തെ സപ്പോർട്ട് ചെയ്തൊന്ന് സംസാരിച്ചു. കിരണിന് ആ റിലേഷനോട് താല്പര്യമില്ലെന്ന് ആദ്യമേ പറഞ്ഞതാ. മനു വീണ്ടും അക്കാര്യം പറഞ്ഞപ്പോൾ കിരൺ അല്പം രൂക്ഷമായി അബിയോട് പൊട്ടിത്തെറിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇത്ര നേരവും അതോർത്ത് അബി ആകെ ടെൻഷനിലായിരുന്നു. കിരൺ ആണെങ്കിൽ അവൻ്റെ കോളും അറ്റൻഡ് ചെയ്യുന്നില്ല. ആകെ ഭ്രാന്ത് പിടിച്ചപ്പോൾ മിസ്സിനെ കണ്ട് സംസാരിച്ചു വരാം, അല്പം ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വന്നതാ.
പോയ ആൾ പക്ഷെ അതിലും വേഗത്തിൽ ദേഷ്യത്തോടെ തിരിച്ചോടി പാഞ്ഞു വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോൾ തടയാൻ ഞങ്ങൾ ശ്രമിച്ചതാ. പക്ഷേ എല്ലാം കൂടി കേട്ടിട്ട് സച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പുകഞ്ഞു. സ്റ്റാഫ് റൂമിലേക്ക് നടന്ന് ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് മനുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഫുൾ റിങ് ചെയ്തിട്ടും കാൾ അറ്റൻഡ് ചെയ്തില്ല. സച്ചു കിരണിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ആദ്യ റിങ് തന്നെ അവൻ കട്ട് ചെയ്തു. സച്ചു വീണ്ടും ഇരുവരുടെയും നമ്പറിലേക്ക് മാറി മാറി വിളിച്ചു. അതേ മറുപടി തന്നെ ആവർത്തിച്ചു. ദേഷ്യവും സങ്കടവും അതിലുപരി ടെൻഷൻ കാരണം വിങ്ങിപ്പൊട്ടുന്ന തലവേദന സഹിക്കവയ്യാതെ ഫോൺ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ് സച്ചു ഇരു കൈകളാൽ നെറ്റി അമർത്തി പിടിച്ചു. കാർ മുൻപോട്ട് കുതിച്ചുയരുമ്പോൾ നവീനിൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ അതിലും വേഗത്തിൽ പിടച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം കയ്യിൽ കിട്ടിയ ടൂർ ഡീറ്റെയിൽസ് ലിസ്റ്റിൽ സച്ചുവിൻ്റെയും മറ്റു 4 പേരുടെയും പേരുകൾ കാണാതായപ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ച് മുങ്ങുന്നതാണെന്ന് അവന് മനസ്സിലായി. അതോടെ അന്നേക്കൊരുക്കി വെച്ച കെണിയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടതോർത്ത് അവൻ്റെ ദേഷ്യം അധികരിച്ചു കൊണ്ടിരുന്നു. ഡാഷ് മോൾ, അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നിന്റെ കാലം ഞാനാണ്. നിന്നെ തീർത്തിട്ട് ഞാൻ അടങ്ങും. നവീൻ മുരണ്ടു. വൈകുന്നേരം ഡിസ്ചാർജായി പോകുന്ന വഴിയാണ് നവീൻ. ഇന്നലത്തെ ഡ്രഗ് കേസിന് പിറകിൽ അവനാണെന്ന് ബോസിന് ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗപർണികയ്ക്കുള്ള അവസാന പണിയും പ്ലാൻ ചെയ്ത് നാട് വിടാനുള്ള ശ്രമത്തിലാണ് നവീൻ. പക്ഷേ ടൂറിൽ നിന്നും പെട്ടെന്നുള്ള അവളുടെ പിന്മാറ്റം എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാക്കി. ഡെന്നി, വണ്ടി നേരെ കോളേജ് റോഡിലേക്ക് വിട്. ഇരുകാലുകളും ദേഷ്യത്താൽ വിറപ്പിച്ചു കൊണ്ടിരുന്നവൻ. നവീനിൻ്റെ പകയുടെ തോത് ഓരോ നിമിഷവും ഉയർന്നു. നവി, അത് വേണോടാ, ബോസ് അറിഞ്ഞ റിസ്ക്കാണേ. പിന്മാറ്റാൻ ഒരു ശ്രമം നടത്തി ഡെന്നി. അയാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പുല്ല. ഞാൻ ഈ അവസ്ഥയിലെത്താൻ കാരണം അവളാ. എന്നിട്ട് അയാൾ അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്തോ? ഏതോ ഒരുത്തിനെ കെട്ടി 3-4 എണ്ണത്തിനെ കൂടെ കൊണ്ട് നടക്കുന്ന ആ ചരക്കിനോടുള്ള അയാളുടെ പൂതി ഞാൻ ഇന്ന് തീർത്തു കൊടുക്കാം. ഒരു രാത്രിക്ക് പോലും അയാൾക്ക് അവളെ കിട്ടില്ല. ഞാൻ കൊടുക്കില്ല. അവളുടെ അവസാനം ഇന്ന് എൻ്റെ കൈകൊണ്ടാ. ശരീരത്തിനുള്ളിൽ കടന്നുകൂടിയ മയക്കുമരുന്ന് അതിൻ്റെ രൗദ്രരൂപത്തിലേക്ക് നീങ്ങിത്തുടങ്ങി. കണ്ണുകൾ ചോരച്ചുവപ്പാർന്നു. ഞരമ്പുകൾ തടിച്ചു വിങ്ങി. പല്ലുകൾ അമർത്തി നേരിച്ചു. അവനെ പറഞ്ഞു തിരുത്താനാവില്ലെന്ന് മനസ്സിലായ ഡെന്നി കാർ കോളേജ് റോഡിലേക്ക് കയറ്റി. കോളേജിന് അല്പം അകലെയായി കോളേജ് കവാടം കാണാൻ പറ്റുന്ന രീതിയിൽ ഡെന്നി കാർ ഒതുക്കിയിട്ടു. കോളേജ് വിട്ടു. കുട്ടികൾ ഓരോന്നായി പുറത്തേക്കിറങ്ങി തുടങ്ങി. ഡെന്നിയെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റി നവീൻ കയറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഷോൾഡറിലെ ബാഗ് ഒതുക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന സൗപർണികയെ കണ്ടു അവൻ. കണ്ണുകൾ ഇരയിൽ തങ്ങി നിന്നു. ബസ് സ്റ്റോപ്പിലേക്ക് കടക്കാനായി റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സൗപർണികയെ നോക്കി നവീൻ കൈകൾ സ്റ്റിയറിങ്ങിൽ അമർത്തി. കാർ സ്റ്റാർട്ട് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ നവീനിൻ്റെ കാലുകൾ ശക്തിയായി ആക്സിലേറ്ററിൽ അമർന്നു. അമ്മേ! കോളിംഗ് ബെൽ ശക്തമായി മുഴക്കിയിട്ടും വാതിൽ തുറക്കാത്ത വീടിൻ്റെ മുൻവശത്തെ ജനലിൽ കൊട്ടി മനു ഉറക്കെ വിളിച്ചു. കുറച്ചു സമയമായി തുടരുന്ന പരിപാടിയാണിത്. ചില്ലുജനലിലൂടെ ഉള്ളിലേക്ക് നോക്കി. ആരെയും കാണുന്നില്ല. വീണ്ടും ഡോർബെൽ മുഴക്കി. എന്നിട്ടും തുറക്കില്ലെന്ന് കണ്ടപ്പോൾ സിറ്റ് ഔട്ടിൽ കിടക്കുന്ന ചെയറിൽ അക്ഷമയോടെ ഇരുന്നവൻ. ഉള്ളിൽ ആളുണ്ടോ ഇല്ലയോ എന്നറിയാതെയുള്ള കാത്തിരിപ്പ്. സമയം കടന്നുപോയി. ഫോൺ കയ്യിലെടുത്ത് കിരണിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അല്പസമയം വരെ ബിസി കാണിച്ചിരുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണെന്ന് പറയുന്നത് കേട്ട് മനുവിൽ ദേഷ്യം വിരമിച്ചു. വീണ്ടും വീണ്ടും ആ നമ്പറിലേക്ക് വിരലുകൾ ചലിച്ചു. മാറ്റമില്ലാത്ത മറുപടി. വേദന, താങ്ങാനാവാത്ത കനത്ത വേദന. കിരണിൻ്റെ അവഗണന, മൗനം, ദേഷ്യം എല്ലാം മനുവിനെ പാടെ തകർത്തു കളഞ്ഞു. കുഞ്ഞുനാൾ മുതൽ ഉള്ള കൂട്ടാണ്. സഹോദരങ്ങളില്ലാത്ത അവന് സഹോദരനും സുഹൃത്തും ഒക്കെയാണ് കിരൺ.
ഇന്നേ വരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും പിണങ്ങാത്തവർ. സച്ചു പിണങ്ങിയപ്പോൾ പോലും ഇത്ര വേദന അനുഭവിച്ചിട്ടില്ലെന്ന് തോന്നി അവന്. കിരൺ, അവൻ കൂടെയില്ലാത്തൊരു നിമിഷം ഓർക്കാൻ കൂടി ആവുന്നില്ല മനുവിന്. വീണ്ടും പരിധിക്ക് പുറത്തെന്ന് കേൾക്കെ അടക്കാനാവാതെ ദേഷ്യത്തിൽ ഫോൺ തറയിലേക്ക് എറിഞ്ഞു മനു. ഫോൺ ചിതറിയതിലും കഷ്ണങ്ങളായി ഇപ്പോൾ അവൻ്റെ ഹൃദയം ചിതറിയിട്ടുണ്ട്. ഇനിയും അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയ മനു തറയിൽ കിടക്കുന്ന ഫോൺ വാരിക്കൊട്ടി പോക്കറ്റിലിട്ടു. പതുക്കെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് കാലുകൾ എടുത്തു വയ്ക്കുമ്പോഴാണ് ഒരു ഓട്ടോ വന്ന് നിന്നത്. ഓട്ടോയിൽ നിന്നിറങ്ങുന്ന ആളെ കാണെ മനു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. ഹാ, മോൻ എന്താ ഇവിടെ? കിരൺ അങ്ങ് വന്നില്ലേ? ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് തിരിഞ്ഞ ഗിരിജ മനുവിനെ കണ്ട് ചോദിച്ചു. പെട്ടെന്ന് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ മനു പരുങ്ങി. അമ്മ ഇവിടെ പോയതാ? കയ്യിലെ കെട്ടുകളിലേക്ക് നോക്കി മനു. ഞാനൊന്നിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ ടൗണിൽ പോയതാ. ആ ചെറുക്കനോട് കൂടെ വരാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അല്ല മോനെ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ചിരിയോടെ മുൻപോട്ടേക്ക് നടന്നു വന്ന് മനുവിൻ്റെ അടുത്തേക്ക് നിന്നു ഗിരിജ. ചെറുതായി അടഞ്ഞ ശബ്ദത്തിൽ പതുക്കെ പറഞ്ഞുകൊണ്ട് മനു തലകുനിച്ചു. തോന്നി. ഒരുത്തൻ രാവിലെ വിരളി പിടിച്ച പോലെ ഇവിടെ കയറി വന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തം വിട്ട പോലെ നടക്കുന്നത് കണ്ടപ്പോഴേ തോന്നി നിങ്ങൾ തമ്മിൽ എന്തോ നടന്നെന്ന്. അവസാനം വാലിന്മേ തീ പിടിച്ച പോലെ നിന്റെ ഫ്ലാറ്റിലേക്ക് പോകുവാണെന്നും പറഞ്ഞവൻ ഓടി. മോനും അവനെ കാണാൻ വന്നതാണോ? കളിയാക്കി ചിരിയോടെ ചോദിച്ചവർ. ചെറിയ കുട്ടികൾ പിണങ്ങിയാൽ കാണിക്കുന്ന പോലത്തെ ഭാവം കാണിക്കുന്നവനെ കാണെ ഗിരിജയ്ക്ക് കുറച്ചു മുന്നേ ഇതേ ഭാവത്തിൽ നിന്നവനെ ഓർത്തുപോയി. ഇതേ അവസ്ഥയിൽ ഒരുത്തൻ നിൻ്റെ ഫ്ലാറ്റിന് മുൻപിൽ നിൽക്കുന്നുണ്ടാവും. അവിടെ പോയി നോക്കിക്കോ. പിന്നെ പിണക്കമൊക്കെ മാറ്റിയിട്ട് വന്നാൽ മതി രണ്ടും ഇങ്ങോട്ട്. കനത്തിൽ പറഞ്ഞുകൊണ്ട് ഗിരിജ സിറ്റ് ഔട്ടിലേക്ക് കയറി. അതിവിനയത്തോടെ തലയാട്ടി മുൻപോട്ട് നടക്കുന്നവൻ്റെ മനസ്സ് കാറൊഴിഞ്ഞ ആകാശം പോലെ തെളിഞ്ഞു. ജോലിക്ക് പോകേണ്ട സമയത്ത് കാള കളിച്ച് കോളേജിൽ പോകുന്ന രണ്ടിന് ഇനി എന്നാണാവോ പക്വത വരുന്നത്? എൻ്റെ ദേവി, നഴ്സറി പിള്ളേരെ പോലെ അവൻ മാന്തി ഇവൻ പിച്ചി എന്നൊക്കെ പറഞ്ഞല്ലേ ഈ പിണക്കം. മനു കേൾക്കാൻ പാകത്തിന് കളിയാക്കുന്ന സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് ഗിരിജ ബാഗിൽ നിന്ന് താക്കോൽ തപ്പി. മനു ചമ്മിയ ചിരിയോടെ ബൈക്കിലിരുന്ന് ഗിരിജയെ നോക്കി. ഇന്ന് മുതൽ ഞങ്ങൾ നന്നാവൂ അമ്മേ, ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു മനു. നന്നായ മതി. പുറത്തേക്ക് പാഞ്ഞു പോകുന്നവനെ നോക്കി ചിരിയോടെ ഗിരിജ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വെക്കുമ്പോൾ കണ്ടു അടുത്ത് തന്നെ പാർക്ക് ചെയ്ത് വെച്ച കിരണിൻ്റെ ബൈക്ക്. സന്തോഷം കൊണ്ട് നിറഞ്ഞു ഉള്ളിൽ. അതുവരെ ഉള്ളിലുണ്ടായ പിടപ്പടങ്ങി അവിടെ ആഹ്ലാദം നിറഞ്ഞു. മനു ചിരിയോടെ ഓടി ലിഫ്റ്റിൽ കയറി. മൂളിപ്പാട്ടോടെ നിറഞ്ഞ ചിരിയോടെ ബൈക്കിൻ്റെ താക്കോൽ കറക്കി വരുന്നവനെ ദൂരെ നിന്നേ കണ്ടു കിരൺ. ഫ്ലാറ്റിൻ്റെ ഡോറിനു മുൻപിൽ അക്ഷമയോടെ നിൽക്കുന്ന കിരണിലാണ് നടന്നു വരുന്ന മനുവിൻ്റെയും കണ്ണുകൾ. അടുത്തേക്ക് ഓടി വരുന്ന കിരണിനെ നിറഞ്ഞ ചിരിയോടെ നോക്കി മനു. കെട്ടിപ്പിടിക്കാൻ എന്നോണം കൈകൾ വിരിച്ചു. ടപേ! കണ്ണുകൾ അടച്ചു കൈവരിച്ചു നിന്നവൻ കവിളിലേറ്റ കനത്ത പ്രഹരത്തിൽ വേദന സഹിക്കാനാവാതെ ഇടം കൈ ഉയർത്തി ഇടത്തെ കവിളിനെ തടവിക്കൊണ്ട് കണ്ണു തുറന്നു. സംഹാരരുദ്രനായി മുന്നിൽ നിൽക്കുന്ന കിരൺ, കണ്ണിൽ നിന്നോ തീപാറുന്ന നോട്ടവും. ഞരമ്പുകൾ വെലിഞ്ഞു മുറുകി മുഷ്ടി ചുരുട്ടി അടുത്ത ഇടിക്ക് തയ്യാറെടുക്കുന്നവനെ കാണെ രണ്ടടി പുറകോട്ട് വെച്ചവൻ. അടിച്ചതെന്തിനെന്നറിയാതെ ദയനീയ ഭാവത്തിൽ മനു അവനെ നോക്കി. നിന്റെ ഫോൺ എവിടെ ഡമ്മയും? തീ പറക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആഗ്രഹിച്ചെങ്കിലും മനുവിൻ്റെ പല്ലും വായും ചുണ്ടും കവിളും ഒന്നും അതിന് അനുവദിക്കില്ലെന്ന പോലെ വേദനിപ്പിച്ചു. മനു പോക്കറ്റിൽ കൈയിട്ട് ചിതറിത്തിറച്ച ഫോൺ കിരണിന് നീട്ടി. അതുവരെ ദേഷ്യത്തോടെ മുരണ്ടവൻ ചെറുതായി ഒന്നടങ്ങി. നിന്റെ ഫോൺ എവിടെ? വേദന സഹിച്ചുകൊണ്ട് മനു കിരണിനോട് ചോദിച്ചു. അത് പിന്നെ നിന്നെ കിട്ടാതായപ്പോൾ ഞാൻ ആ ദേഷ്യത്തിൽ. ചിതറിത്തെറിച്ച കിരണിൻ്റെ ഫോൺ അവനും മുൻപോട്ടേക്ക് നീട്ടി. മനുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. ടപേ! ഇപ്പോൾ ഈക്വൽ. മനു കയ്യൊന്നു കടഞ്ഞു.
നിറഞ്ഞ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് കിരൺ മനുവിനെ ശക്തമായി കെട്ടിപ്പിടിച്ചു. മനുവിൻ്റെ കൈകൾ അവനെ മുറുക്കെ പുണർന്നു. ഇനിയൊരിക്കലും പരസ്പരം പിണങ്ങില്ലെന്ന് ആ നിമിഷം ഉള്ളാലെ ഇരുഹൃദയവും വാക്കുകൊടുത്തു. ബസ് സ്റ്റോപ്പിലേക്ക് കടക്കാനായി റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സൗപർണികയെ നോക്കി നവീൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ അമർത്തി. കാർ സ്റ്റാർട്ട് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ നവീനിൻ്റെ കാലുകൾ ശക്തിയായി ആക്സിലേറ്ററിൽ അമർന്നു. പലതരം ചിന്തയിലായിരുന്ന സച്ചു ഇരുവശവും അശ്രദ്ധമായി നോക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ കാലുകൾ റോഡിലേക്ക് എടുത്തു വെച്ചു. മുൻപോട്ട് 2 അടി വെച്ചപ്പോൾ തന്നെ ഇരമ്പി വരുന്ന വാഹനത്തിൻ്റെ ശബ്ദത്തിൽ തലചിരിച്ചു നോക്കി അവൾ. അതിവേഗം അവളിലേക്കടുക്കുന്ന കാർ കാണെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു നിന്നുപോയി. നവീനിൻ്റെ തിളങ്ങുന്ന കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിരയുയർന്നു. അടുത്ത നിമിഷം തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പോകുന്നതിൻ്റെ ആവേശത്തോടെ അവൻ്റെ കാലുകൾ വേഗത കൂട്ടി. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം ചുവന്ന എർട്ടിഗ അവളെ തടാൻ എത്തുന്നതിൻ്റെ തൊട്ടു മുൻപേയുള്ള നിമിഷം ശക്തമായൊരു കൈ അവളെ പുറകോട്ടേക്ക് വലിച്ചു. വിറച്ചുകൊണ്ടിരുന്ന സച്ചുവിൻ്റെ ശരീരം വലിയുടെ ശക്തിയിൽ ആ കരുത്തുറ്റ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്നു. പേടിയോടെ, നിറഞ്ഞ ഭയത്തോടെ സച്ചു ചേർന്ന് നിൽക്കുന്ന ശരീരത്തെ വിറവലോടെ ആഞ്ഞു പുൽകി. ചേർന്ന് നിൽക്കുന്നവളുടെ സാമീപ്യത്തിൽ ആ ശരീരമൊന്ന് ഞെട്ടിയെങ്കിലും അടുത്തു നിൽക്കുന്നവളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ കൈകളും ആശ്വസിപ്പിക്കാൻ അവളെ ചേർത്ത് പിടിച്ചു തലോടി. കുറച്ചു മാറി ഈ കാഴ്ച കാണുന്ന മിഥുനിൻ്റെ കണ്ണുകൾ കുറുകി. കൈവിരലുകൾ കയ്യിലുള്ള പുസ്തകത്തെ ശക്തമായി ഞെരിച്ചു. തുടരും. ഇപ്പോഴും വില്ലൻ ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഊഹിക്കാം. ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും തീർച്ചയായും വില്ലൻ. അപ്പോൾ അടുത്ത പാട്ടുമായി നമുക്ക് നാളെ കാണാം.